വീഡിയോയിൽ ഓവർഹാങ്ങിങ് ബീമിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രം ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം വരയ്ക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഓവർഹാങ്ങിങ് ബീം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ടൈപ്സ് ഓഫ് ബീം പഠിക്കുമ്പോൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്? എൻഡ് പോർഷൻ ഓഫ് ദി ബീം ഈസ് എക്സ്റ്റെൻഡഡ് ബിയോണ്ട് ദി സപ്പോർട്ട്. അതായത് സപ്പോർട്ടിന് പുറത്തോട്ടായിട്ട് ബീമിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽപ്പുണ്ടെങ്കിൽ സച്ച് ടൈപ്പ് ഓഫ് ബീമിനെയാണ് നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറയുന്നത്. ജസ്റ്റ് ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് ഇത് കാണാം. ഇവിടെ സപ്പോർട്ട് ഇത് എ, ഇത് സി, ഡി, ബി കഴിഞ്ഞ ശേഷം ബിക്ക് ശേഷം എന്താണ്? ബി ഇ എന്ന് പറയുന്ന പോർഷൻ ബീമിന് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുകയാണ്. ഇതുപോലുള്ള ബീമിന് പറയുന്നതാണ് ഓവർഹാങ്ങിങ് ബീം. അതായത് സപ്പോർട്ടുണ്ട്, സപ്പോർട്ടിന് ശേഷം എയും ബിയിലും സപ്പോർട്ടുണ്ട്, സപ്പോർട്ടിന് ശേഷം ബിക്ക് ശേഷം എന്താ, എങ്ങനെയാണ് അത്? ബിക്ക് ശേഷം അത് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു പോർഷനാണ് ബി ഇ എന്ന് പറയുന്നത്. സച്ച് ടൈപ്പ് ഓഫ് ബീമിന് പറയുന്ന പേരാണ് ഓവർഹാങ്ങിങ് ബീം. അപ്പോൾ ഈ ഓവർഹാങ്ങിങ് ബീമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഓവർഹാങ്ങിങ് ബീമിൽ ബെൻഡിങ് മൊമെൻറ്റ് വരയ്ക്കുവാണെങ്കിൽ ഈ രണ്ട് സപ്പോർട്ടിനിടയ്ക്കും, അതായത് എയ്ക്കും ബിക്കും എന്ന് പറയുന്ന ഈ രണ്ട് സപ്പോർട്ടിനിടയ്ക്ക് ബെൻഡിങ് മൊമെൻറ്റ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഓവർഹാങ്ങിങ് ബീമിൻ്റെ കേസിൽ ബെൻഡിങ് മൊമെൻറ്റ് ഈസ് പോസിറ്റീവ് ബിറ്റ്വീൻ ദി ടു സപ്പോർട്ട്സിനിടയ്ക്ക് എപ്പോഴും ബെൻഡിങ് മൊമെൻറ്റ് പോസിറ്റീവ് ആയിരിക്കും. പക്ഷേ ബെൻഡിങ് മൊമെൻറ്റ് ഈസ് നെഗറ്റീവ് ഫോർ ഓവർഹാങ്ങിങ് പോർഷൻ. ഓവർഹാങ് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു പോർഷനിൽ ബെൻഡിങ് മൊമെൻറ്റ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അതായത് ഫിഗർ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും, എ ബിക്ക് ഇടയ്ക്ക് പോസിറ്റീവ് ബെൻഡിങ് മൊമെൻറ്റും ഓവർഹാങ് ചെയ്ത് നിൽക്കുന്ന പോർഷനിൽ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും ബെൻഡിങ് മൊമെൻറ്റ് വരുന്നത്. സോ അപ്പോൾ നമുക്കറിയാം, പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് പോകുമ്പോൾ ഇടയ്ക്ക് എവിടെയെങ്കിലും എന്ത് ചെയ്യും? സീറോയിൽ മീറ്റ് ചെയ്യും. ഇപ്പോൾ നോക്കിക്കേ, ഇവിടെ ഓൾറെഡി പോസിറ്റീവാണ്, ഇത്രയും ഭാഗം പോസിറ്റീവാണ്. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവ് ആകാൻ എന്താ, ഈ ഒരു ബേസ് ലൈനെ ഒരു പോയിന്റിൽ ക്രോസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ബേസ് ലൈനിലെ വാല്യൂ എത്രയാണ്? 0 ആണ്. അപ്പോൾ 0 ആകുന്നുണ്ട്. അതായത് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം വരയ്ക്കുമ്പോൾ ഓവർഹാങ്ങിങ് ബീമിൽ സപ്പോർട്ട്സിൽ പോസിറ്റീവ് വാല്യൂയും ഓവർഹാങ് ചെയ്യിക്കുന്ന പോർഷനിൽ നെഗറ്റീവുമാണ്. സോ ഇൻ ബിറ്റ്വീൻ ഇതിനിടയ്ക്ക് ഒരു പോയിന്റിൽ ബെൻഡിങ് മൊമെൻറ്റ് 0 ആവുന്നുണ്ട്. ഈ ബെൻഡിങ് മൊമെൻറ്റ് 0 ആകുന്ന പോയിന്റിന് പറയുന്ന പേരാണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ. ഓക്കെ, പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ അതൊരു ഇമ്പോർട്ടൻറ്റ് തിയറി പോർഷനാണ്, എക്സാമിനൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. ഓവർഹാങ് ബീമിൻ്റെ കേസിൽ സപ്പോർട്ട്സിൻ്റെ ഇടയ്ക്ക് പോസിറ്റീവ് ആയിരിക്കും ബെൻഡിങ് മൊമെൻറ്റ്, ഓവർഹാങ് ചെയ്ത് നിൽക്കുന്ന പോർഷനിൽ നെഗറ്റീവ് ആയിരിക്കും. സോ ഇതിനിടയ്ക്ക് എവിടെയോ ഒരു പോയിന്റിൽ, സം പോയിന്റിൽ ബെൻഡിങ് മൊമെൻറ്റ് 0 ആകുന്നുണ്ട് സൈൻ ചെയ്യുന്ന സമയത്ത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആ പോയിന്റിനെയാണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഓവർഹാങ്ങിങ് ബീം എന്താണെന്നും പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ചറും നോക്കുക. ഇനി അതിൽ ഒരു എക്സാമ്പിൾ, ഒരു പ്രോബ്ലം പറയുവാണേ. നമുക്ക് ഇതൊരു വട്ടം ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്, ഓവർഹാങ്ങിങ് ബീമാണ്. ഇതിൽ ഇതെന്ന് പറയുന്നത് സപ്പോർട്ടാണ്, എ എന്ന് പറയുന്ന സപ്പോർട്ട്, ഇത് ബി എന്ന് പറയുന്ന സപ്പോർട്ട്, എ എന്ന് പറയുന്ന സപ്പോർട്ടും ബി എന്ന് പറയുന്ന സപ്പോർട്ട്. എ ടു സി 5 മീറ്റേഴ്സാണ്. ആ 5 മീറ്റേഴ്സിൽ എങ്ങനെയാണ്? ഒരു യു ഡി എൽ ഉണ്ട്, 1000 ന്യൂട്ടൺ പെർ മീറ്റർ ഉള്ള ഒരു യു ഡി എൽ ഉണ്ട്. പിന്നെ സി ടു ഡിയിൽ എന്ന് പറയുമ്പോഴത്തേക്കും സിയിൽ ഒരു 8000 ന്യൂട്ടൺ, ഡിയിലൊരു 4000 ന്യൂട്ടൺ, ബിയിലാണ് സപ്പോർട്ട് ഇരിക്കുന്നത്. ബി ഇ എന്ന് പറയുന്ന ഓവർഹാങ് ചെയ്ത് നിൽക്കുന്ന പോർഷനിൽ ഒരു യു ഡി എൽ 1600 ന്യൂട്ടണും ഉണ്ട്. ഇത് 2.5 മീറ്റേഴ്സിലാണ് ഓവർഹാങ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം നമ്മൾ സിംപ്ലി സപ്പോർട്ടഡിൽ ചെയ്യുന്ന പോലെ തന്നെ ഫസ്റ്റ് എന്ത് കണ്ടുപിടിക്കുക? നമുക്ക് റിയാക്ഷൻസ് ആദ്യം കണ്ടുപിടിക്കുക. റിയാക്ഷൻസ് ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ടുപിടിക്കുക. അപ്പം നമ്മൾ റിയാക്ഷൻസ് കണ്ടുപിടിക്കുമ്പോൾ ആദ്യം എങ്ങനെയാണ്? നമുക്കറിയാം, ഫസ്റ്റ് റിയാക്ഷൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് സിഗ്മ എഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എടുക്കുക. നോക്കുമ്പോൾ സിഗ്മ എക്സ് എടുക്കാൻ ഇവിടെ എക്സ് ഡയറക്ഷനിൽ ഫോഴ്സസ് വല്ലതും ഉണ്ടോ? ഇല്ല. സോ അതിന് നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യേണ്ട. നെക്സ്റ്റ് ഏതാ? സിഗ്മ എഫ് വൈ ഈസ് ഈക്വൽ ടു 0. സിഗ്മ എഫ് വൈ ഈസ് ഈക്വൽ ടു 0 എടുക്കുമ്പോൾ വൈ ഡയറക്ഷനിലെ ഫോഴ്സുകളുടെ സം. അപ്പോൾ വൈ ഡയറക്ഷനിൽ ഇവിടെ ഒരുപാട് ഫോഴ്സസ് ഉണ്ട്. എയിൽ നോക്കാമെങ്കിൽ റിയാക്ഷൻ എ ഉണ്ട്, സിയിൽ ഡൗൺവേർഡ് ഫോഴ്സ്, ഡിയിൽ ഡൗൺവേർഡ് ഫോഴ്സ്, ബിയിലും എന്താണ്? ഒരു അപ്വേർഡ് ഫോഴ്സ് ഉണ്ട്. ഇവിടെയും യു ഡി എൽ ഉണ്ട്, ഇവിടെയും യു ഡി എൽ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? സം ഓഫ് ഫോഴ്സസ് ഇൻ ദി വൈ ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു 0 എന്ന് എടുക്കുന്നു. അപ്പോൾ സം ഓഫ് ഫോഴ്സസ് ഇൻ ദി വൈ ഡയറക്ഷൻ എടുക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത് നോക്കിക്കേ. ആദ്യം എന്താണ്? സപ്പോർട്ട് എയിലുണ്ട് ഇല്ലേ? എയിൽ എന്താണ് ഫോഴ്സ്? RA. അത് അപ്വേർഡ് ആയതുകൊണ്ട് അതിൻ്റെ സൈൻ എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. ഓക്കെ, RA. പിന്നെ നെക്സ്റ്റ് ഏതാണ്? അടുത്ത ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അപ്പോർഡ് ഫോഴ്സസ് ഏതൊക്കെയുണ്ട്? RAയും ഉണ്ട്, RBയും മാത്രമേ ഉള്ളൂ ഇവിടെ അപ്പോർഡ് ഫോഴ്സ് എന്താണ്? പോസിറ്റീവ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? RA പ്ലസ് RB. ഡൗൺവേർഡ് ഫോഴ്സ് ഏതൊക്കെയാണ്? 1000 ന്യൂട്ടൺ പെർ മീറ്റർ. യു ഡി എൽ ആണ്. നമുക്കറിയാം, യു ഡി എല്ലിനെ ഫോഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? യു ഡി എല്ലിൻ്റെ വാല്യൂ ഇൻറ്റു ഡിസ്റ്റൻസ്, എത്ര ഡിസ്റ്റൻസിലാണോ അത് ആക്ട് ചെയ്യുന്നത്. സോ യു ഡി എല്ലിൻ്റെ വാല്യൂ എത്രയാണ്? 1000. ആക്ട് ചെയ്യുന്ന എത്ര ഡിസ്റ്റൻസിലാണ്? 5 മീറ്റേഴ്സിലാണ്. സോ 1000 ഇൻറ്റു 5 ആയിരിക്കും. ഓക്കെ, 1000 ഇൻറ്റു 5ൻ്റെ ഡയറക്ഷൻ എന്താണ്? ഈ ഫോഴ്സ് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? യു ഡി എൽ ഡൗൺവേർഡ്. സോ -1000 ഇൻറ്റു ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? 5.
അതായിരിക്കും യു ഡി എല്ലിനെ വരുന്നത്. നെക്സ്റ്റ് അടുത്ത വരുന്ന ഏതാ? എഗെയിൻ ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് -8,000. പിന്നെ അടുത്ത ഏതാ? -4,000. ഡൗൺവേർഡ് ആയതുകൊണ്ടാണ് നമ്മൾ മൈനസ് എടുക്കുന്നത്. ദെൻ അടുത്ത ഏതാ? മൈനസ് എഗെയിൻ യു ഡി എൽ. യു ഡി എല്ലിൻ്റെ വാല്യൂ എത്രയാണ്? 1600. എത്ര ഡിസ്റ്റൻസിലാണ്? 2.5. യു ഡി എൽ എടുക്കുമ്പോൾ എപ്പോഴും അതിനെ ഡിസ്റ്റൻസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. സോ 1600 ഇൻറ്റു അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? 2.5. വേറെ ഏതെങ്കിലും ഫോഴ്സസ് ഉണ്ടോ? ഇല്ല. ഇതിലുള്ള ആർ ബി നമ്മൾ ഓൾറെഡി അപ്പോർഡ് ആയതുകൊണ്ട് എടുത്തു, വിച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എങ്ങനെ വരും? RA + RB -1000 ഇൻറ്റു 5 -8000 -400 -1600 ഇൻറ്റു 2.5 ഇസ് ഈക്വൽ ടു 0. മറ്റേത് രണ്ടും യു ഡി എൽ ആയതുകൊണ്ടാണ് നമ്മളതിനെ ഡിസ്റ്റൻസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തത്. ഇനി പോസിറ്റീവിനെല്ലാം ഇവിടെ നിർത്തിക്കൊണ്ട് നെഗറ്റീവ് എല്ലാം അപ്പുറത്ത് പോയി. 1000 ഇൻറ്റു 5 5000. മൈനസ് ആയിരുന്നു, അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ആയി. -8000 അപ്പുറത്ത് പോയപ്പോൾ +8000. 4000 മൈനസ് അപ്പുറത്ത് പോയപ്പം +4000. എഗെയിൻ +1600 ഇൻറ്റു 2.5. ദെയർഫോർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാമെങ്കിൽ RA + RB ഇസ് ഈക്വൽ ടു 21,000 എന്ന് കിട്ടും. ഇത് ഇക്വേഷൻ നമ്പർ 1, ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ. ഇനി നെക്സ്റ്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ എന്താണ്? സിഗ്മ MA ഇസ് ഈക്വൽ ടു 0, അല്ലെങ്കിൽ മൊമെൻറ്റ് എബൌട്ട് A ഇസ് ഈക്വൽ ടു 0. മൊമെൻറ്റ് എബൌട്ട് A ഇസ് ഈക്വൽ ടു 0 എടുക്കുമ്പോൾ എങ്ങനെയാണ്? A എന്ന് പറയുന്ന സപ്പോർട്ടിന് എബൌട്ടായിട്ട് നമ്മൾ മൊമെൻറ്റ് 0 ആയിട്ട് എടുക്കാൻ പോകും. തേർഡ് ഇക്വിലിബ്രിയം ഇക്വേഷൻ. അപ്പോൾ Aക്ക് എബൌട്ടായിട്ട് നോക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് ഫോഴ്സ് ഏതാ? A കഴിഞ്ഞ് ഇങ്ങോട്ട് നോക്കുമ്പം 1000. യു ഡി എല്ലിൻ്റെ മൊമെൻറ്റ് എടുക്കുന്നത് എങ്ങനെയാണ്? ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ബൈ 2. ലോഡ് എത്രയാണ്? 1600 ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 1600 എങ്ങനെ എടുത്തേക്കുന്നതെന്ന് നോക്കി. ഇത് കാൽക്കുലേഷനിൽ വരുന്നത് ആദ്യത്തെ ഫോഴ്സ് ഏതാണ്? 1000 ഇൻറ്റു ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? 5. സോ 1000 ഇൻറ്റു 5. മൊമെൻറ്റ് എടുക്കുമ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ബൈ 2. സോ ഫോഴ്സ് 1000 ഇൻറ്റു 5 ഇൻറ്റു 5/2 ഡിസ്റ്റൻസ് ബൈ 2. പിന്നെ അതിൻ്റെ ഡയറക്ഷൻ എന്താണ്? ഡൗൺവേർഡ് ആണ്. ഡൗൺവേർഡ് ആയിട്ടുള്ളത് എയിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഏത് ഡയറക്ഷനാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് അതിൻ്റെ സൈൻ എന്തായിരിക്കും? പോസിറ്റീവ്. സോ 1000 ഇൻറ്റു 5 ഇൻറ്റു 5/2 അതിൻ്റെ സൈൻ പോസിറ്റീവ് ആണ്. അടുത്ത ഫോഴ്സ് ഏതാ വരുന്നത്? 8000 എന്ന് പറയുമ്പോൾ പോയിന്റ് ലോഡ്. അപ്പോൾ മൊമെൻറ്റ് എടുക്കാൻ എന്ത് ചെയ്താൽ മതി? ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ്. യു ഡി എൽ ആണെങ്കിൽ ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ബൈ 2. ഇവിടെ 8000 ഇൻറ്റു ഡിസ്റ്റൻസ് എത്രയാണ്? 8000 ഇൻറ്റു ഡിസ്റ്റൻസ് എത്രയാണ്? എയിലോട്ടുള്ള ഡിസ്റ്റൻസ് 8000. നമുക്ക് എയിലേക്കുള്ള മൊമെൻറ്റ് എടുക്കുന്ന 8000 ഇൻറ്റു 5. സോ 8000 ഇൻറ്റു 5 പ്ലസ് അതിൻ്റെ സൈനും പ്ലസ് ആണ്, ഡൗൺവേർഡ് ആയതുകൊണ്ട്. നെക്സ്റ്റ് താഴേക്ക് 4000 ഇൻറ്റു 4000 എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 4000 എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 7.5. 4000 ഇൻറ്റു 4000 മുതൽ A വരെയുള്ള മൊമെൻറ്റാണ് നമ്മൾ എടുക്കുന്നത്. സോ 5 + 2.5 എത്ര വരും? 4000 ഇൻറ്റു 7.5. അതും ഡൗൺവേർഡ് ആയതുകൊണ്ട് പ്ലസ്. ഇനി അടുത്ത ഡൗൺവേർഡ് ഫോഴ്സ് ഏതാണ്? ഈ 1600 എങ്ങനെയാണ്? യു ഡി എൽ ആണ്, ഡൗൺവേർഡ് ആണ്. യു ഡി എല്ലിൻ്റെ മൊമെൻറ്റ് എടുക്കുന്നത് എങ്ങനെയാണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ബൈ 2. സോ ഫോഴ്സ് എത്രയാണ്? 1600 ഇൻറ്റു അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? 2.5 ഇൻറ്റു ഡിസ്റ്റൻസ് ബൈ 2. സോ 2.5/2. പക്ഷേ ആ 2.5/2 എടുക്കുമ്പോൾ ഇതിൻ്റെ സെൻറ്ററാണ് വരുന്നത്. പക്ഷേ നമുക്ക് വേണ്ടത് എവിടം തൊട്ടാണ്? ഇതിൻ്റെ സെൻറ്റർ മുതൽ A വരെയുള്ള ഡിസ്റ്റൻസ്. ദാറ്റ് ഈസ് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ ഫോഴ്സും നമ്മൾ എടുക്കുന്ന പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഫോഴ്സ് ഏതാ? 1600 യു ഡി അല്ല, ഇൻറ്റു ഡിസ്റ്റൻസ് ബൈ 2 എടുത്തപ്പോൾ അത് ഇതിൻ്റെ സെൻറ്ററിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. ആ സെൻറ്റർ മുതൽ A വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 2.5/2 പ്ലസ് എത്ര വരും? 5 പ്ലസ് 2.5 പ്ലസ് 5. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ആദ്യം മൊമെൻറ്റ് ഇൻറ്റു ഡിസ്റ്റൻസ് ബൈ 2. പിന്നെന്താ ചെയ്യേണ്ടേ? ആ ഡിസ്റ്റൻസ് ബൈ 2വിൻ്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യുക? ഡിസ്റ്റൻസ് ബൈ 2 പ്ലസ് ഡിസ്റ്റൻസ് ബൈ 2 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സെൻറ്റർ മുതൽ ഇത്രയാണ് 2.5/2 പ്ലസ് ഇവിടം തൊട്ട് A വരെയുള്ള ദൂരം ഇത്ര. A to B എത്രയാണ്? 5 + 2.5 + 5 എന്ന് പറയുമ്പോൾ എത്രയാണ്? 12.5. സോ 2.5/2 പ്ലസ് 12.5. ഇനി ഒരു ഫോഴ്സ് കൂടെ ഉണ്ട്. ഏതാ? മുകളിലേക്ക് ആർ ബി ഇൻറ്റു എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 12.5. സോ RB ഇൻറ്റു 12.5. പക്ഷേ ഇത് അപ്പോർഡ് ആയതുകൊണ്ട് എയിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പം ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. സോ -RB ഇൻറ്റു 12.5. ഇനി ഇത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യുക. 1000 ഇൻറ്റു 5 ഇൻറ്റു 5/2 8000 ഇൻറ്റു 5 4000 ഇൻറ്റു 7.5 1600 ഇൻറ്റു 2.5 ഇൻറ്റു ഇതിനിവിടെ ബ്രാക്കറ്റ് വേണം 2.5/2 പ്ലസ് 12.5. ഓക്കെ. പിന്നെ ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് RAയുടെയും RBയുടെയും വാല്യൂ കിട്ടും 10,000 എന്നും RB ഈസ് ഈക്വൽ ടു 11,000 എന്നും കിട്ടും.
ഇനി നെക്സ്റ്റ് നമ്മൾ ഫസ്റ്റ് എന്താ ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഷിയർ ഫോഴ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്കറിയാം. ആദ്യം സപ്പോർട്ടിലെ ഷിയർ ഫോഴ്സ് എടുക്കുമ്പോൾ എങ്ങനെയാണ്, എ എന്ന് പറയുന്ന സപ്പോർട്ടിൽ എന്താ ഉള്ളത്, എ എന്ന് പറയുന്ന സപ്പോർട്ടിൽ അപ്വേർഡ് ഒരു റിയാക്ഷൻ ആർ എ ആണുള്ളത്. നമുക്കറിയാം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ് പോസിറ്റീവും റൈറ്റ് സൈഡിൽ അപ്വേർഡ് നെഗറ്റീവാണ്. സോ ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ് പോസിറ്റീവ് ആകുമ്പോൾ ആർ എയുടെ വാല്യൂ എന്താണ്, പ്ലസ് ആർ എ. ആർ എയുടെ വാല്യൂ നമുക്ക് എത്രയാണ് കിട്ടിയേ, 1000. എ എടുക്കുമ്പോൾ എയിലെ ഫോഴ്സ് മാത്രം നോക്കിയാൽ മതി. സോ എയിൽ എന്താണ് അപ്വേർഡ് പ്ലസ് ആയിട്ടുള്ള 10,000 ന്യൂട്ടൺ. നെക്സ്റ്റ് സി എടുക്കുന്നു. സി എടുക്കുമ്പോൾ നമ്മൾ ഏതാണ് അടുത്ത പോയിന്റ്, ഷിയർ ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കേണ്ട സിയിലാണ്. സി എടുക്കുമ്പോൾ എങ്ങനെയാണ്, എ ടു സി നോക്കണം, എ ടു സി. അപ്പോൾ ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ഫോഴ്സസ് ആണ്. അപ്പോൾ ഫസ്റ്റ് എ പോയിന്റ് എടുക്കുവാണെങ്കിൽ എ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതാണ്, ഇവിടുത്തെ അപ്വേർഡ് റിയാക്ഷൻ ആർ എ ആണ്. ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ് പോസിറ്റീവ്. സോ അപ്വേർഡ് പോസിറ്റീവായിട്ട് എടുക്കുമ്പോൾ ലെഫ്റ്റ് എയിലുള്ള റിയാക്ഷൻ ആർ എ ആണ്. ആർ എയുടെ വാല്യൂ നമുക്ക് എത്രയാണെന്നറിയാം, 1000 ആണെന്നറിയാം. സോ ആർ എയിലെ റിയാക്ഷൻ എത്രയാണ്, അപ്വേർഡ് ആയതുകൊണ്ട് പ്ലസ് 10,000. ഇനി നെക്സ്റ്റ് പോയിന്റ് സി എടുക്കുമ്പോൾ എ ടു സി നോക്കണം. സി എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ എ ടു സിയിലുള്ള ഫോഴ്സുകളുടെ സം. എ ടു സി നോക്കുമ്പോൾ ഫസ്റ്റ് എന്താണ്, എയിൽ അപ്വേർഡ് റിയാക്ഷൻ ആർ എ, അപ്വേർഡ് റിയാക്ഷൻ അപ്വേർഡ് ആയതുകൊണ്ട് പോസിറ്റീവ് ആയിരിക്കും. സോ 10,000 പ്ലസ് 10,000. എഗെയിൻ ഇവിടെ എന്താണ്, ഡൗൺവേർഡ് ഒരു യു ഡി എൽ ഉണ്ട്. യു ഡി എല്ലിനെ ഫോഴ്സ് ആക്കണമെങ്കിൽ യു ഡി എല്ലിൻ്റെ വാല്യൂ ഇൻറ്റു ഡിസ്റ്റൻസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. മാത്രമല്ല യു ഡി എൽ ആക്ട് ചെയ്യുന്ന ഡൗൺവേർഡ് ആണ്. സോ അതിൻ്റെ സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ അവിടുത്തെ ഷിയർ ഫോഴ്സ് എടുക്കുവാണെങ്കിൽ എൻഡിൽ എയിലുള്ള റിയാക്ഷൻ അപ്വേർഡ് 1000. സോ പ്ലസ് 1000 മൈനസ് യു ഡി എൽ ഡൗൺവേർഡ് ആയതുകൊണ്ട് മൈനസ് ഇൻറ്റു യു ഡി എല്ലിൻ്റെ വാല്യൂ ഇൻറ്റു ഇത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ്. യു ഡി എല്ലിനെ ഫോഴ്സ് ആക്കാൻ യു ഡി എൽ ഫോഴ്സ് ലോഡ് ഇൻറ്റു ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ്. സോ 5 ഇൻറ്റു 5000. അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആയിരിക്കും ആൻസർ 5000 ന്യൂട്ടൺ എന്ന് കിട്ടും. നെക്സ്റ്റ് ഡി പോയിന്റ് എടുക്കുന്നു. ഡി പോയിന്റ് എടുക്കുമ്പം എ ടു ഡി എടുക്കുക. എ ടു ഡി എടുക്കുമ്പോൾ എഗെയിൻ അപ്വേർഡ് എയിൽ അപ്വേർഡ് പ്ലസ് 1000. നേരത്തെ പറഞ്ഞ പോലെ യു ഡി എൽ മൈനസ് 1000 ഇൻറ്റു 5 തൊട്ട് മുമ്പേ കിട്ടിയ സെയിം ആൻസർ. അത് കൂടാതെ അതിൻ്റെ കൂടെ അഡീഷണലി ഇവിടെ എന്തുകൂടെ വരും, മൈനസ് 8000. ഡൗൺവേർഡ് ആയതുകൊണ്ട് മൈനസ് 8000. സോ 1000 മൈനസ് 5000 തൊട്ട് മുമ്പേ ചെയ്ത സെയിം സ്റ്റെപ്പ്. അത് കൂടാതെ ഡിയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ അഡീഷണലി ഒരു ഫോഴ്സും കൂടെ വരും. ഡൗൺവേർഡ് ആയതുകൊണ്ട് മൈനസ് 8000. ആൻസർ കിട്ടുന്നത് മൈനസ് 3000. നെക്സ്റ്റ് ബിയിൽ വരുമ്പോൾ ഇതേ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, എ ടു ബി നോക്കുക. എ ടു ബി നോക്കുമ്പം സി വരെ ഓൾറെഡി നമുക്കിപ്പോൾ ചെയ്തപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്, സി വരെ ഉള്ളത് മൈനസ് 3000. അതായത് 1000 മൈനസ് 5000 മൈനസ് 8000 ചെയ്തപ്പം മൈനസ് 3000. പിന്നെ ദെൻ നെക്സ്റ്റ് ഡിയിൽ വരുമ്പോൾ എന്തുണ്ട്, ഡൗൺവേർഡ് ഒരു ഫോഴ്സ് മൈനസ് 4000 കൂടെ ഉണ്ട്. എ ടു ബി നോക്കുമ്പോഴത്തേക്കും ഇവിടെ മൈനസ് 4000 കൂടെ വരും അഡീഷണലി. സോ ആൻസർ എത്ര വരും, മൈനസ് 7000. നെക്സ്റ്റ് ഈ പോയിന്റ് നോക്കുക. ഈ പോയിന്റ് നോക്കുമ്പോൾ എ ടു ഇ നോക്കുക. എ ടു ഇ നോക്കുമ്പോൾ എ ടു ബി നമുക്ക് ഓൾറെഡി എത്രയാണെന്ന് കിട്ടി. എ ടു ബി ഓൾറെഡി തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ നമുക്ക് മൈനസ് 5000 എന്ന് കിട്ടി. അതുകൂടാതെ അഡീഷണലി ബി വരെ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വരുന്ന എന്താണ്, ഡൗൺവേർഡ് ഒരു ഫോഴ്സ് 1600. അത് യു ഡി എൽ ആണ്. യു ഡി എല്ലിനെ എന്ത് ചെയ്യണം, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ചെയ്യണം. സോ 1600 ഇൻറ്റു 2.5. സോ 1600 ഇൻറ്റു 2.5. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ 0 കിട്ടും. ഓവർ ഹാങ്ങിങ് എൻഡിൽ ഷിയർ ഫോഴ്സ് 0 ആയിരിക്കും. അത് 0 കിട്ടി. ഇനി ഇതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രം എങ്ങനെ വരച്ചെന്ന് നോക്കുക. ആദ്യം ക്വസ്റ്റ്യൻ വരച്ചു. എയിൽ നമുക്ക് കിട്ടിയ എത്രയാണ് റിയാക്ഷൻ, എയിലെ ഷിയർ ഫോഴ്സ് 1000 പ്ലസ് 1000 ആയതുകൊണ്ട് ആദ്യം നമ്മൾ ബേസ് ലൈൻ വരച്ചു. ബേസ് ലൈനിന് മുകളിലേക്ക് എന്ത് ചെയ്തു, പ്ലസ് 1000 മാർക്ക് ചെയ്തു. നെക്സ്റ്റ് എന്താണ്, ആദ്യം നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് ബേസ് ലൈൻ വരച്ചു. ബേസ് ലൈനിൽ ആദ്യത്തെ പോയിന്റ് എ ആണ്. എയിലെ വാല്യൂ നമുക്ക് ഷിയർ ഫോഴ്സ് കിട്ടിയത് 10,000 പ്ലസ് 10,000. സോ ബേസ് ലൈനിൽ മുകളിലേക്ക് പ്ലസ് 10,000 മാർക്ക് ചെയ്തു. നെക്സ്റ്റ് സി പോയിന്റ് നോക്കിക്കേ. സി പോയിന്റിൽ കിട്ടിയത് പ്ലസ് 5,000 ആകുമ്പോൾ നമ്മൾ ഒരു 5,000 ഇവിടെ പ്ലോട്ട് ചെയ്യുക. ഓക്കെ. ഇനി യു ഡി എൽ ആണെങ്കിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം നമ്മൾ ഇൻക്ലൈൻഡ് ലൈൻ വെച്ചിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. ഇൻക്ലൈൻഡ് ലൈൻ. സോ എയിൽ 10,000, സിയിൽ 5,000. യു ഡി എൽ ആയതുകൊണ്ട് ഷിയർ ഫോഴ്സ് ഡയഗ്രാം യു ഡി എല്ലിൻ്റെ അവിടെ ഇൻക്ലൈൻഡ് വെച്ച് ജോയിൻ ചെയ്യുക. 10,000 നിന്ന് 5,000ലേക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ നമ്മൾ എന്താണ്, 5,000 വന്ന് നിൽക്കുക. ഇപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്തു. ഇനി 5,000 വരുമ്പോൾ എന്തുണ്ട്, ഡൗൺവേർഡ് ഒരു ഫോഴ്സ് 8,000 ഉണ്ട്. സോ എന്ത് വേണം, 5,000
-8,000. 5,000 -8,000 എന്ന് പറയുമ്പം -3,000. -3,000 എന്ന് പറയുമ്പോൾ ബേസ് ലൈൻ ഇതാണ്, ബേസ് ലൈനിൻ്റെ താഴേക്ക് വരുന്നു. സോ 10,000 നിന്ന് 5,000ലേക്ക് ജോയിൻ ചെയ്തു. 10,000 നിന്ന് 5,000ലേക്ക് ജോയിൻ ചെയ്തു. 5,000ൽ വന്നപ്പോൾ 8,000 ഡൗൺവേർഡായിട്ട് ആക്ട് ചെയ്തു. സോ 5,000 പ്ലസ് ആണ് നമുക്കിവിടെ കിട്ടിയ 5,000 പ്ലസ് ആണ്. പക്ഷേ സി പോയിന്റ് വന്നപ്പോൾ ഡൗൺവേർഡ് ഒരു ഫോഴ്സ് 8,000, അപ്പോൾ +1,000 ആയിരുന്നു. സോ +10,000 ആയിരുന്നു എയിൽ. നമ്മൾ അപ്പോഴ് +10,000 മാർക്ക് ചെയ്തു. ദെൻ സിയിൽ വന്നപ്പോഴത്തേക്കും +5,000 ആയിരുന്നു. സോ ഇൻക്ലൈൻഡ് ലൈൻ വെച്ച് ജോയിൻ ചെയ്തു. UDL ആകുമ്പോൾ ഷിയർ ഫോഴ്സ് ഇൻക്ലൈൻഡ് ലൈൻ ആയിരിക്കും. ദെൻ 5,000 വന്നപ്പോൾ സിയിൽ ഓൾറെഡി എന്തുണ്ട്, ഒരു 8,000 ഡൗൺവേർഡ് ഫോഴ്സ് ഉണ്ട്. സോ 5,000 -8,000 എത്രയാണ്, -3,000. സോ ബേസ് ലൈന് താഴെ വരും. -3,000 ആയതുകൊണ്ട് ബേസ് ലൈന് താഴെ വരുന്നു. സോ നമ്മൾ 3,000 നിൽക്കും. ഇപ്പം 3,000 നിന്ന് C to Dയിലേക്ക് പോകുമ്പോൾ ഇവിടെ ലോഡ് വല്ലതും ഉണ്ടോ, വേറെ ലോഡ് വല്ലതും ഉണ്ടോ, ഇല്ല. ലോഡൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവിടുന്ന് സ്ട്രെയിറ്റ് ലൈൻ ജോയിൻ ചെയ്തു. സോ 3,000 ഇവിടെ നിൽക്കുകയാണ്. ഡിയിൽ വന്നപ്പോൾ ഡൗൺവേർഡ് ഒരു ഫോഴ്സ് 4,000 ഉണ്ട്. ഡൗൺവേർഡ് ആണെങ്കിൽ സൈൻ എന്താണ്, മൈനസ്. സോ നമ്മളിപ്പോൾ ഓൾറെഡി നിൽക്കുന്നത് എത്രയിലാണ്, -3,000ലാണ് നിൽക്കുന്നത്. അവിടെ വന്നപ്പോൾ എഗെയിൻ മൈനസ്, ഡൗൺവേർഡ് -4,000. സോ -3,000 -4,000 എന്തായി, -7,000. -7,000 D to Bയിൽ നോക്കുമ്പോൾ വേറെ ഫോഴ്സസ് ഒന്നുമില്ല. -7,000 തന്നെ സ്ട്രെയിറ്റ് ലൈൻ. ദെൻ ഇവിടെ വന്നപ്പോൾ അപ്വേർഡ് റിയാക്ഷൻ RB. റിയാക്ഷൻ RB എത്രയായിരുന്നു, റിയാക്ഷൻ RB ഈസ് 11,000. സോ ഇവിടെ അപ്വേർഡ് ഒരു ഫോഴ്സ് എന്തുണ്ട്, 11,000 ഉണ്ട്. സോ നമ്മളിവിടെ നിൽക്കുന്നത് -7,000. അപ്വേർഡ് പോസിറ്റീവ് ആണ്. അപ്വേർഡ് പോസിറ്റീവ് ആകുമ്പം സോ ഇവിടെ -7,000. ഇവിടെ വന്നപ്പം അപ്വേർഡ് 11,000. 11,000 അപ്വേർഡ് ആയതുകൊണ്ട് പ്ലസ് ആയിരിക്കും. സോ ഇവിടുത്തെ വാല്യൂ എങ്ങനെയാണ് കിട്ടുന്നത്, എഗെയിൻ -7,000ലാണ് നിൽക്കുന്നത്. -7,000 + 11,000. -7,000 + 11,000 എന്ന് പറഞ്ഞാൽ എത്രയാണ്, +4,000. +4,000 കിട്ടുമ്പോൾ ഇവിടെ നമ്മൾ അപ്വേർഡ് എന്തായിട്ട് പോകുന്നു, +4,000 എന്ന് പറഞ്ഞാൽ ഷിയർ ബേസ് ലൈന് മുകളിലേക്കാണ് പോകുന്നത്. സോ -7,000 + 7,000 + 11,000 ചെയ്തപ്പോൾ +4,000 കിട്ടി. അപ്വേർഡ് 4,000 പോയി. ദെൻ ഷിയർ ഫോഴ്സ് അറ്റ് E എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് കിട്ടിയത്, 0. നമ്മളിവിടെ 0 പ്ലോട്ട് ചെയ്തു. UDL ആയതുകൊണ്ട് ഷിയർ ഫോഴ്സ് ഡയഗ്രാം നമ്മൾ ഇൻക്ലൈൻഡ് ആയിരിക്കും വരുന്നത്. സോ 4,000 നിന്ന് 0യിലോട്ട് ഇൻക്ലൈൻഡ് ആയിട്ട് ജോയിൻ ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. പ്രോബ്ലത്തിനകത്ത് ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഓവർഹാങ്ങിങ് ആയിട്ട് നിൽക്കുന്ന ഫ്രീ എൻഡിൽ ബെൻഡിങ് മൊമെൻറ്റ് 0 ആയിരിക്കും. ഓവർഹാങ് ചെയ്യാത്ത സപ്പോർട്ടിൽ ബെൻഡിങ് മൊമെൻറ്റ് 0 ആയിരിക്കും. അതായത് A അല്ല പോർഷൻ ഓവർഹാങ് ചെയ്യുന്നത്, B പോയിൻ്റാണ് ഓവർഹാങ് ചെയ്യുന്നത്. Aയിലെ ബെൻഡിങ് മൊമെൻറ്റ് 0 ആയിരിക്കും. ഔട്ട് ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഈ എൻഡിലെയും E എന്ന് പറയുന്ന എൻഡിലെയും ബെൻഡിങ് മൊമെൻറ്റ് 0 ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, A എന്ന് പറയുന്നത് ഓവർഹാങ് ചെയ്ത് നിൽക്കാത്ത സപ്പോർട്ട്, ആ എൻഡ് 0 ആയിരിക്കും. ദെൻ ഓവർഹാങ് ചെയ്ത് നിൽക്കുന്നതിലെ ഫ്രീ എൻഡിലെ ബെൻഡിങ് മൊമെൻറ്റും 0 ആയിരിക്കും. അപ്പം Aയിലും Eയിലും ബെൻഡിങ് മൊമെൻറ്റ് 0. സോ ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് A = ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് E ദെൻ നെക്സ്റ്റ് ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് C. നെക്സ്റ്റ് C പോയിന്റ് പറയുവാണെങ്കിൽ സിയിലെ ബെൻഡിങ് മൊമെൻറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഏത് പോയിൻ്റാണ് വേണ്ടത്, ഈ C പോയിൻറ്റിന് എബോട്ടായിട്ടാണ് നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഏതാണ് നമ്മുടെ C പോയിൻറ്റ്, ഇതാണ് C പോയിൻറ്റ്. സിക്ക് എബോട്ടായിട്ട് ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഏത് പോർഷൻ എടുക്കുക, A to C പോർഷൻ എടുക്കുക. A to C പോർഷനിലുള്ള ഫോഴ്സുകൾ കാരണം സിയിലുണ്ടാകുന്ന മൊമെൻറ്റ് എത്രയാണ്. അപ്പോൾ A to Cയിൽ നോക്കുമ്പോൾ ആദ്യം ഏത് ഫോഴ്സാണ് ഉള്ളത്, Aയിലെ റിയാക്ഷൻ ഉണ്ട്. അതിൻ്റെ വാല്യൂ എത്രയാണ്, 10,000. Aയിലെ റിയാക്ഷൻ 10,000. 10,000 കാരണം സിയിലുണ്ടാകുന്ന മൊമെൻറ്റ് നമുക്കറിയാം. പോയിൻ്റ് ലോഡ് കാരണമുള്ള മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. സോ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എത്രയാണ്, ഫോഴ്സ് 1000. Aയും Cയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, 5. സോ 1000 × 5 ചെയ്യുമ്പോൾ 10,000 കാരണം സിയിലുള്ള മൊമെൻറ്റ് കിട്ടും. 10,000 × 5. അതിൻ്റെ ഡയറക്ഷൻ എന്താണ്, അപ്വേർഡാണ്. അപ്പോൾ അത് സിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആണ്. ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് +10,000 × 5 ആയിരിക്കും. 10,000 കാരണം സിയിലുണ്ടാകുന്ന മൊമെൻറ്റ്. നെക്സ്റ്റ് അടുത്ത ഏതാ, ഈ UDLൻ്റെ വാല്യൂ എത്രയാണ്, UDL 10,000 Nm/mm². UDLൻ്റെ മൊമെൻറ്റ് എടുക്കാൻ നമുക്കറിയാം, ഇക്വേഷൻ എന്താണ്, UDL × ഡിസ്റ്റൻസ്/2 ആണ്. സോ UDL എന്ന് പറഞ്ഞാൽ 10,000 ഇൻറ്റു അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണ്, 5 ×
5/2. ഇനി അത് ഡൗൺവേർഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ? ഡൗൺവേർഡ് ആയിട്ടുള്ളത് സിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ എന്താണ്? ഇതിങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പം ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. സോ -1000 × 5 × 5/2. സോ സിയിലുള്ള ബെൻഡിങ് മൊമെൻറ്റ് എത്ര വരും? റിയാക്ഷൻ 10,000 × 5 അപ്വേർഡ് ആയതുകൊണ്ട് ക്ലോക്ക് വൈസ് ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്, പ്ലസ് ഇത് ഡൗൺവേർഡ് യു ഡി എല്ലിൻ്റെ മൊമെൻറ്റ് 1000 × 5 × 5/2. സോ നമുക്ക് ഇതായിരിക്കും സിയിലെ ബെൻഡിങ് മൊമെൻറ്റ് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് പോയിൻ്റ് ഏതാ? ഡി പോയിൻറ്റ്. ഡിയിലെ ബെൻഡിങ് മൊമെൻറ്റ്. ഡിയിലെ ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഇതേപോലെ നെക്സ്റ്റ് എ ടു ഡി പോയിൻറ്റ് നോക്കുക. എ ടു ഡി പോയിൻ്റ് നോക്കുക. എ ടു ഡി പോയിൻ്റ് നോക്കുമ്പം എ ടു ഡിയിലുള്ള ഫോഴ്സുകൾ കാരണം ഡിയിലുണ്ടാകുന്ന മൊമെൻറ്റ് ആദ്യം എന്താണ്? അപ്വേർഡ് 10,000 എയിലാണ്, എ ടു ഡിയിലാണ് നമുക്ക് മൊമെൻറ്റ് വേണ്ടത്. അപ്പോൾ 10,000 ഇൻറ്റു ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്ര വരും? 5 + 2.5. സോ 10,000 ഇൻറ്റു 7.5. അപ്വേർഡ് ആയതുകൊണ്ട് സൈൻ എന്തായിരിക്കും? പോസിറ്റീവ്. എ ടു ഡി ആണ് നോക്കുന്നത്. സോ എയിലെ ഫോഴ്സ് 10,000 ഇൻറ്റു എ ടു ഡി വരെയുള്ള ഡിസ്റ്റൻസ് 7.5. ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് പ്ലസ്. സോ പ്ലസ് 10,000 ഇൻറ്റു 7.5. നെക്സ്റ്റ് അടുത്തത് ഏതാ? യു ഡി എൽ ഡൗൺവേർഡാണ്. സോ അത് മൈനസ് ആയിരിക്കും, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും. -10,000 ഇൻറ്റു യു ഡി എല്ലിനെ എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്? യു ഡി എല്ലിൻ്റെ വാല്യൂ ഇൻറ്റു ഡിസ്റ്റൻസ് ബൈ 2. സോ യു ഡി എല്ലിൻ്റെ വാല്യൂ 10,000 ഇൻറ്റു യു ഡി എൽ ആക്ട് ചെയ്യുന്ന എത്ര ഡിസ്റ്റൻസിലാണ്? യു ഡി എൽ ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് നോക്കുക. യു ഡി എൽ ആക്ട് ചെയ്യുന്നത് 5 മീറ്ററിലാണ്. സോ 10,000 ഇൻറ്റു 5 ഇൻറ്റു 5/2. ഇൻറ്റു 5/2 എന്ന് പറയുമ്പോൾ എവിടം തൊട്ട് എവിടം വരും? ഇത്രയാണ് 5/2 ആണല്ലോ. 5/2 തീർന്നോ? നമുക്ക് എവിടം വരെയുള്ള ഡിസ്റ്റൻസാണ് വേണ്ടത്? ഡി വരെയുള്ള ഡിസ്റ്റൻസാണ് വേണ്ടത്. സോ 5/2 പ്ലസ് എത്ര കൂടെ എടുക്കണം? ഇവിടെ 2.5 കൂടെ എടുക്കണം. സോ ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്ര വരും? 10,000 ഇൻറ്റു 5 ഇൻറ്റു 5/2 കൂടാതെ ഏതും കൂടെ കൺസിഡർ ചെയ്യുക? 5/2 പ്ലസ് 2.5 കൂടെ എടുക്കണം. കാരണം ഡിക്ക് എബൌട്ടായിട്ടുള്ള മൊമെൻറ്റ് എടുക്കുമ്പോൾ /2 എന്ന് പറയുമ്പോൾ ഇവിടം വരെ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളത് എടുക്കണം. ഇനി അപ്പോൾ നെക്സ്റ്റ് ഡി പോയിൻറ്റിലെ മൊമെൻറ്റ് ഏതാ? യു ഡി എൽ വരെയുള്ള. ഇനി ഏതാ അടുത്ത ലോഡുള്ളത്? 8,000 എന്ന് പറഞ്ഞൊരു ലോഡുണ്ട് ഇല്ലേ? 8,000 ഇൻറ്റു ഡിയിൽ 8,000 തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 8,000 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എത്രയാണ്? സിയും ഡിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 2.5. ഡൗൺവേർഡ് ആയതുകൊണ്ട് ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോഴും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും. സോ 8,000 ഇൻറ്റു 2.5 ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് മൈനസ്. ഓക്കെ, അത് ചെയ്യുമ്പോൾ അവിടുത്തെ ആൻസർ കിട്ടി. ഇനി നെക്സ്റ്റ് ബി പോയിൻ്റ് എടുക്കുന്നു. ബി പോയിൻ്റ് എടുക്കുമ്പോൾ എ ടു ബി എടുക്കുന്നതിനേക്കാൾ എളുപ്പം ഏതാ? ബി ടു ഇ എടുക്കുന്ന. ചെറിയ ഡിസ്റ്റൻസ് ഒരു ലോഡേ ഉള്ളൂ. സോ ബി ടു ഇ എടുക്കുമ്പോൾ എങ്ങനെ വരുമെന്ന് നോക്കിയേ. ഇവിടെ നമ്മൾ എടുത്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈൻ കൺവെൻഷൻ എടുക്കും. ഇവിടെ നമ്മൾ ക്ലോക്ക് വൈസ് പോസിറ്റീവ്, ആൻറ്റി ക്ലോക്ക് വൈസ് നെഗറ്റീവ് എടുത്തു. അപ്പോൾ ഇവിടെ വരുമ്പോൾ ക്ലോക്ക് വൈസ് നെഗറ്റീവും ആൻറ്റി ക്ലോക്ക് വൈസ് പോസിറ്റീവ് എടുക്കുക. അപ്പോൾ ബിയിൽ എടുക്കുമ്പം ബി ടു ഇ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബി ടു ഇയിൽ എന്താ ഫോഴ്സ് ഉള്ളത്? ഒരു ഡൗൺവേർഡ് യു ഡി എൽ 1,600. യു ഡി എല്ലിൻ്റെ മൊമെൻ്റ് എടുക്കാൻ നമുക്കറിയാം. യു ഡി എൽ ഇൻറ്റു ഡിസ്റ്റൻസ് ബൈ 2 ആണ്. സോ 1,600 ഇൻറ്റു 2.5 ആണ് യു ഡി എൽ ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ്. 2.5 ഇൻറ്റു 2.5/2. ഇത് ഈ സൈഡിൽ വരുമ്പോൾ ഡൗൺവേർഡ് ബിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പം ഏത് ഡയറക്ഷനാണ്? ക്ലോക്ക് വൈസ് അറിയാം നമുക്ക്. റൈറ്റ് സൈഡ് ഇപ്പുറത്ത് നമ്മൾ ക്ലോക്ക് വൈസ് പോസിറ്റീവ് എടുത്ത്, അപ്പോൾ ഇപ്പുറത്തെ സൈഡ് ക്ലോക്ക് വൈസ് എന്തായിരിക്കും? നെഗറ്റീവ്. സോ -1,600 ഇൻറ്റു 2.5 ഇൻറ്റു 2.5 മീൻസ് ആൻസർ എത്ര കിട്ടും? -5,000 കിട്ടും ആൻസർ. സോ ഇതാണ് ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നോക്കുക. ഇനി ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം എങ്ങനെ വരയ്ക്കും? ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം സിമ്പിളാണ്. കിട്ടിയ വാല്യൂ അതേപോലെ പ്ലോട്ട് ചെയ്യുക. എയിലെ വാല്യൂ എത്രയായിരുന്നു? 0 പ്ലോട്ട് ചെയ്തു ബേസ് ലൈനിൽ. അടുത്ത ഈ പോയിൻ്റ് ഏതാണ്? സി പോയിൻ്റ് വരുമ്പോൾ സിയിൽ നമുക്ക് വാല്യൂ എത്രയാണ് കിട്ടിയേ? +37,500. സോ 37,500 പ്ലസ് ആയതുകൊണ്ട് നമ്മൾ 37,500 മാർക്ക് ചെയ്തു. നെക്സ്റ്റ് ഡി പോയിൻ്റ് ആൻസർ എത്ര കിട്ടിയേ? +30,000. സോ ഇവിടെ നമ്മൾ എത്ര ചെയ്തു? 35. ഇവിടെ ആണെങ്കിൽ 30,000 നമ്മളിവിടെ മാർക്ക് ചെയ്തു. നെക്സ്റ്റ് അടുത്ത ഏതാ? അത് ഡി പോയിൻറ്റിൽ ഇല്ലേ? ഇനി അടുത്ത ബി പോയിൻ്റ് നോക്കുക. ബി പോയിൻ്റ് നമുക്ക് കിട്ടിയത് എത്രയാണ്? -5,000. അപ്പോൾ ഇവിടെ നമ്മൾ 37 മാർക്ക് ചെയ്തു, ഇവിടെ 30 മാർക്ക് ചെയ്തു, ഇവിടെ 0 മാർക്ക് ചെയ്തു. പക്ഷേ ബി വന്നപ്പോൾ നമുക്ക് എത്രയാണ്? ഇവിടെ 5,000 ആണ് കിട്ടിയത്. സോ നമുക്കറിയാം 5,000 കിട്ടി. ഇനിയും ഈയിൽ ഓൾറെഡി 0 ആണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തമ്മിൽ ജോയിൻ ചെയ്യുക. ലോഡ് നോക്കുക. യു ഡി എൽ ആണെങ്കിൽ ഏത്?
പരാബോള വെച്ചിട്ടായിരിക്കും നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ജോയിൻ ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഒരു പരാബോള വരയ്ക്കുക. ഓക്കെ, ഇനി ഇവിടെ പോയിന്റ് ലോഡ് ആയതുകൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ വെച്ച് മാർക്ക് ചെയ്തു. ഇത് സ്ട്രെയിറ്റ് ലൈൻ, അടുത്ത 2 പോയിന്റ് സ്ട്രെയിറ്റ് ലൈൻ, കാരണം ഇവിടെ ലോഡില്ല. അതേ കൂട്ടി ഇവിടെ ഡി ബിയിലും ലോഡുണ്ടോ, ഡി ബിയിലും സി ഡിയിൽ ലോഡില്ല, അതുകൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഡി ബിയിലും ലോഡുണ്ടോ, ഇല്ല, അതുകൊണ്ട് ഡിയും ബിയിലെ വാല്യൂ എത്രയാണ്, 5000. ഇത് തമ്മിൽ നമ്മൾ ഏത് വെച്ച് വരച്ചു, സ്ട്രെയിറ്റ് ലൈൻ വെച്ച് വരച്ചു. ഇനി നെക്സ്റ്റ് വരുമ്പോൾ ബി ടു ഇയിൽ പരാബോളയാണ്. കാരണം എന്താ, ഇവിടെ പരാബോളയാണ് വരയ്ക്കേണ്ടത്, കാരണം അവിടെ ഫിഗറിനകത്ത് ഏതാ, യു ഡി അല്ല, യു ഡി എൽ ആണെങ്കിൽ പരാബോള. സോ 5000 മൈനസ് 5000ഉം 0യും തമ്മിൽ ഏത് വെച്ച് വരയ്ക്കുക, പരാബോള വെച്ച് വരയ്ക്കുക. സോ ഫിഗർ നോക്കാമെങ്കിൽ ഇത് എ, ഇത് സി, ഇത് ഡി, ഇത് ബി പോയിൻറ്റ്. അപ്പോൾ ഈ ഡിക്കും ബിക്കും ഇടയ്ക്ക് ഒരു പോയിന്റ് 0യോട് ക്രോസ് ചെയ്താൽ മാത്രമേ ഈ -5000ലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ. പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ, അത് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഈ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ കണ്ടുപിടിക്കണം. പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷറിൻ്റെ പ്രത്യേകത എന്താ, ബെൻഡിങ് മൊമെൻറ്റ് അവിടെ 0 ആയിരിക്കും. ഇങ്ങനെയാണ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുന്നത്. ഇത് നമുക്ക് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ കണ്ടുപിടിക്കണം. എങ്ങനെയാണ്, നെക്സ്റ്റ് നമുക്ക് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ കണ്ടുപിടിക്കണം. അപ്പോൾ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷറിൻ്റെ പ്രത്യേകം നമുക്കറിയാം, അവിടെ ബെൻഡിങ് മൊമെൻറ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫിഗർ വരച്ചപ്പോൾ, ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരച്ചപ്പോൾ നമ്മൾ കണ്ടു ഇതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം എങ്ങനെയായിരുന്നു വന്നേ. ജസ്റ്റ് ഇതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഒന്ന് നോക്കുവാണെങ്കിൽ, റഫായിട്ട് വരയ്ക്കുവാണെങ്കിൽ ഇത് ബി സി ഡി പോയിൻ്റ് ആയിരുന്നു. നമ്മൾ നോക്കിയപ്പം ഇവിടെ നിന്നും ഇവിടെ വരെ പരാബോള, പിന്നെ ഇവിടുന്ന് സ്ട്രെയിറ്റ് ലൈൻ വന്നു, പിന്നെ അടുത്ത് ഇവിടെ മൈനസ് ആവുന്നത്. സോ ഇത് ഇങ്ങോട്ടേക്ക് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്തു, പിന്നെ ഇവിടുന്ന് നമ്മൾ പരാബോള വെച്ച് ജോയിൻ ചെയ്തു. അപ്പോൾ ഇവിടെ ഇൻ ബിറ്റ്വീൻ നമുക്ക് ഇവിടെ ഒരിടത്ത് ബെൻഡിങ് മൊമെൻറ്റ് 0 ആയി. ആ ബെൻഡിങ് മൊമെൻറ്റ് 0 ആയ പോയിൻ്റാണ് എന്ത്, പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 0 ആയ പോയിൻറ്റ് ശരിക്കും പറഞ്ഞാൽ എവിടെയാണ്, ഡിക്കും ബിക്കും ഇടയ്ക്ക്. നോക്കിക്കേ, ഈ ഡിക്കും ബിക്കും ഇടയ്ക്ക് ഒരു പോയിന്റിലാണ് ബെൻഡിങ് മൊമെൻറ്റ് 0 ആയതില്ലേ, ഈ ഒരു പോയിന്റ്. ഈ ഡിസ്റ്റൻസ് ഞാൻ ഇയിൽ നിന്നും എക്സ് ഡിസ്റ്റൻസിലാണെന്ന് എടുക്കുന്നു. അല്ല, ഈ വേണ്ട, ബിയിൽ നിന്നും എക്സ് ഡിസ്റ്റൻസിലാണെന്ന് എടുക്കുന്നു. ഓക്കെ, എവിടെ നിന്നാണ്, ബി ഈ പോയിന്റ് ബിയിൽ നിന്നും എക്സ് ഡിസ്റ്റൻസിലാണെന്ന് ഞാൻ എടുക്കുന്നു. അപ്പോൾ ഈ ഡിസ്റ്റൻസാണ് എക്സ്. ഇതെത്ര തന്നെയാണ്, ഇത് അഗെയിൻ നേരത്തെ തൊട്ട് മുകളിൽ എഴുതിയേക്കുന്ന പോലെ തന്നെ 2.5 മീറ്റേഴ്സ്. അതായത് ഇത് ബിയിൽ നിന്നും എക്സ് ഡിസ്റ്റൻസിലാണ് ഈ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ എന്ന് എടുത്തു. അപ്പോൾ നമുക്കറിയാം ആ പോയിന്റിനെ ഞാൻ എഫ് എന്ന് നെയിം ചെയ്തു. സോ നമുക്കറിയാം എന്താ, ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് എഫ് ഇസ് ഈക്വൽ ടു എന്താണ്, 0 ആണെന്നറിയാം. അപ്പോൾ നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് എഫ് കണ്ടുപിടിക്കാൻ, എഫ് എടുക്കുമ്പോൾ ഏതെടുക്കുന്നതാണ് എളുപ്പം, ഈ സൈഡ് എടുക്കുന്നതാണ് എളുപ്പം. കാരണം ഇപ്പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും ഡിസ്റ്റൻസ് കൂടുതലാണ്, ഒരുപാട് ലോഡുകളും ഉണ്ട്. പക്ഷേ ഈ സൈഡ് നോക്കുവാണെങ്കിൽ ഈ റിയാക്ഷനും ഈ യു ഡിയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ സൈഡിലെ മൊമെൻറ്റ് കണ്ടുപിടിക്കാം. ഈ സൈഡിലെ മൊമെൻറ്റ് ഞാൻ എടുക്കുക, ഈ കെബോട്ടായിട്ടുള്ള മൊമെൻറ്റ് എടുക്കാൻ പോവുക. അപ്പോൾ നോക്കിയേ, ഈ കെബോട്ടായിട്ടുള്ള മൊമെൻറ്റ് എടുക്കുമ്പോൾ എങ്ങനെ വരും, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണമെങ്കിൽ ഞാൻ ആ പോർഷൻ മാത്രം ഇങ്ങോട്ടൊന്ന് വരയ്ക്കാം. ഇത് ഈ അല്ല, എഫ്, സോറി എഫ്. ഇത് നമ്മുടെ ബി പോയിൻറ്റ്, ഇത് നമ്മുടെ ഇ പോയിൻറ്റ്, ഇത് 1600 ന്യൂട്ടൺ പെർ മീറ്റർ. ഇത് നമ്മുടെ റിയാക്ഷൻ, നമുക്ക് എത്ര എവിടെ കിട്ടിയ 11000 ന്യൂട്ടൺ. ഈ ഡിസ്റ്റൻസ് എക്സ് ആയിട്ടാണ് നമ്മളെടുത്തത്. ഇത് ഓൾറെഡി നമുക്കറിയാം 2.5 മീറ്റേഴ്സ്. അപ്പോൾ ഇതിലെ മൊമെൻറ്റ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാം. എങ്ങനെ വരും, ഈ പോയിൻറ്റിലെ മൊമെൻറ്റ്. അപ്പോൾ നമുക്കറിയാം മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. സോ നെക്സ്റ്റ് നമുക്ക് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരച്ചപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു ഷേപ്പിലാണ് കിട്ടിയത്. സോ നമ്മൾ ആ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരച്ച വീഡിയോ റെഫർ ചെയ്യാമെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ ഡിയിൽ നിന്നും നമുക്ക് ബിയിലേക്ക് വന്നപ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ഡിയിലെ വാല്യൂ 30,000 ആയിരുന്നു കിട്ടി. ഇവിടെ നമുക്ക് -5,000 ആയിരുന്നു. സോ -5,000 നമ്മൾ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും ഇൻ ബിറ്റ്വീൻ ഈ ബേസ് ലൈനിൽ ഒരിടത്ത് കട്ട് ചെയ്താണ് ഇത് പാസ് ചെയ്യുന്നത്. സോ ആ പോയിന്റിലെ ബെൻഡിങ് മൊമെൻറ്റ് 0 ആയിരിക്കും. ആ പോയിന്റിനെയാണ് എന്ത്, പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ ലൊക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ പോയിന്റ് എഫ് എന്ന് എടുത്തു. ആ എഫ് എന്ന് പറയുന്ന പോയിന്റ് ബിയിൽ നിന്നും എക്സ് ഡിസ്റ്റൻസിലാണെന്ന് അസ്യൂം ചെയ്തു. എവിടെ നിന്നാണ്, ബിയിൽ നിന്നും എക്സ് ഡിസ്റ്റൻസിൽ. ബാക്കി ഇങ്ങോട്ട് 2.5 സെയിം തന്നെ. അപ്പം ആ എക്സ് ഡിസ്റ്റൻസിലുള്ള പോയിന്റ്, ബെൻഡിങ് മൊമെൻറ്റ് 0 ആയ പോയിന്റിനെ ഞാൻ എഫ് എന്ന് എടുത്തു. സോ
അത് മാത്രമായിട്ട് ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റി വരച്ചേക്കും. അപ്പോൾ ഈ എഫ് എന്ന് പറയുന്ന പോയിന്റിലെ മൊമെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. നമ്മളപ്പോൾ എഫിൻ്റെ ഈ റൈറ്റ് സൈഡ് എടുത്ത, കാരണം ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോഴത്തേക്ക് ഡിസ്റ്റൻസും കൂടുതലാണ്, ഒരുപാട് യു ഡി എൽ 2 പോയിന്റിലോടൊക്കെ ഉണ്ട്, അത്രയും കൺസിഡർ ചെയ്യണം. അതിലും എളുപ്പം ഈ ചെറിയ ഡിസ്റ്റൻസ് നോക്കുന്നതാണ്. സോ എഫ് എന്ന് പറയുന്ന പോയിന്റ് ബിയിൽ നിന്നും എക്സ് ഡിസ്റ്റൻസിലാണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അതുമാത്രം ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി വരച്ചു. ഇനി ഞാൻ ഇവിടുത്തെ ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ അപ്പോൾ നമുക്കറിയാം ഇത് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ ആണ്. പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷറിൽ ബെൻഡിങ് മൊമെൻറ്റ് 0 ആണ് ഇല്ലേ, സൈൻ ചേഞ്ച് ചെയ്യുവാണ്. സോ അവിടുത്തെ ബെൻഡിങ് മൊമെൻറ്റ് 0 ആണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ബെൻഡിങ് മൊമെൻറ്റ് എഴുതുന്നു. മൊമെൻറ്റ് എഴുതുമ്പോൾ നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. യു ഡി എൽ ആണെങ്കിൽ യു ഡി എൽ ഇൻറ്റു ഡിസ്റ്റൻസ് ബൈ 2. അപ്പം ആദ്യം എഫിലേക്കുള്ള മൊമെൻറ്റ് നോക്കുന്നു. ഫസ്റ്റ് എന്താണുള്ളത്? ഇവിടെ റിയാക്ഷൻ ആർ ബി ആണ് ഇവിടെ ഉള്ളത്, ആണല്ലോ, റിയാക്ഷൻ ആർ ബി. സോ ഈ റിയാക്ഷൻ ആർ ബി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എത്രയാണെന്നറിയാം, 11,000 ആണെന്ന് അറിയാം. സോ എങ്ങനെ എഴുതാം മൊമെൻറ്റ്? അത് റിയാക്ഷൻ പോയിൻറ്റിലോടാണ്. സോ ഇൻറ്റു ഡിസ്റ്റൻസ് ചെയ്താൽ മതി. ആർ ബി ഇൻറ്റു ഡിസ്റ്റൻസ്. ആർ ബിയും ഏത് പോയിൻ്റാണ് എടുക്കുന്നത്? ആർ ബി ഇൻറ്റു ഡിസ്റ്റൻസ്. ആർ ബി എന്ന് പറയുന്നത് ആർ ബിയും ഏത് പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്, മൊമെൻറ്റ് എടുക്കുന്ന പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എത്രയാണ്? ഈ ഡിസ്റ്റൻസ് എക്സ്. പിന്നെ അപ്പോൾ മൊമെൻറ്റ് എടുക്കുമ്പോൾ എത്ര വരും? 11,000 ഇൻറ്റു എക്സ്. ഇനി ഇതിൻ്റെ സൈൻ നോക്കണം. ഇത് അപ്വേർഡാണ് ഇല്ലേ? ഈ അപ്വേർഡായിട്ടുള്ള ഫോഴ്സ് എഫിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ എന്താണ്? ആൻറ്റി ക്ലോക്ക് വൈസ്. ശ്രദ്ധിക്കണം, ആൻറ്റി ക്ലോക്ക് വൈസ്. ആൻറ്റി ക്ലോക്ക് വൈസ് നമ്മൾ ഈ പോയിന്റ് ബീമിൻ്റെ ഏത് സൈഡിലാണ് വരുന്നത്? റൈറ്റ് സൈഡിൽ. റൈറ്റ് സൈഡിൽ ആൻറ്റി ക്ലോക്ക് വൈസ് പോസിറ്റീവാണ്, ലെഫ്റ്റിലാണ് ആൻറ്റി ക്ലോക്ക് വൈസ് നെഗറ്റീവ്. സോ ഈ എഫ് എന്ന് പറയുന്ന പോയിന്റ് വന്നിരിക്കുന്ന ഇപ്പുറത്തെ സൈഡിലാണ്. സോ നമ്മൾ ബീമിൻ്റെ റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് റൈറ്റ് സൈഡിൽ ആൻറ്റി ക്ലോക്ക് വൈസ് പോസിറ്റീവ്. സോ അപ്പോൾ ഇതിൻ്റെ സൈൻ എന്താണ്? പ്ലസ് ആയിരിക്കും വരുന്നത്. ഇനിയും നെക്സ്റ്റ് എന്താ വരുന്നത്? അപ്പോൾ നമ്മൾ ഈ ലോഡ് എടുത്തു. ഇനി അടുത്ത യു ഡി എൽ. യു ഡി എൽ ആകുമ്പോൾ നമുക്കറിയാം യു ഡി എൽ ഇൻറ്റു ഡിസ്റ്റൻസ് ബൈ 2 എടുക്കണം. യു ഡി എല്ലിൻ്റെ മൊമെൻറ്റ് എടുക്കണമെങ്കിൽ വേണമല്ലോ. അപ്പോൾ യു ഡി എൽ നോക്കാം. 1600 ഇൻറ്റു യു ഡി എൽ ആക്ട് ചെയ്യുന്ന എത്ര ഡിസ്റ്റൻസ് ആണ്? 2.5 ഇൻറ്റു 2.5 ബൈ 2. സോ 1600 ഇൻറ്റു 2.5 അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് ഇൻറ്റു 2.5 ബൈ 2. ഓക്കെ, 1600 ഇൻറ്റു 2.5 ഇൻറ്റു 2.5 ബൈ 2 തീർന്നോ? ഈ 2.5 ബൈ 2 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സെൻറ്ററിലാണ് വരുന്നത് അല്ലേ? ആ പോയിൻറ്റിലോട് ആക്കി മാറ്റി അതിവിടെ വരുന്നത്. അവിടെ തൊട്ട് ഇവിടം വരെ ഉള്ളതാണ് എന്ത്? 2.5 ബൈ 2. പക്ഷേ 2.5 ബൈ 2 കൊണ്ട് ഡിസ്റ്റൻസ് തീർന്നോ? നമുക്ക് വേണ്ടത് എവിടം വരെ ഉള്ളതാ? എഫ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. സോ 2.5ൻ്റെ കൂടെ നമ്മൾ എന്തും കൂടെ ആഡ് ചെയ്യണം? പ്ലസ് എക്സും കൂടെ ആഡ് ചെയ്യണം. സോ ഇവിടെ വരുമ്പോൾ എന്തുകൂടെ വരും? പ്ലസ് എക്സ് കൂടെ വരും. ഞാനതൊന്നുകൂടെ താഴേക്ക് എഴുതാവേ, അവിടെ സ്പേസ് ഇല്ലാത്തത് കൊണ്ട്. 11,000 ഇൻറ്റു എക്സ്. ഓക്കെ, 1600. അതിൻ്റെ നമ്മൾ സൈൻ പറഞ്ഞില്ല, നമുക്ക് നോക്കാം. 1600 ഇൻറ്റു 2.5 ഇൻറ്റു 2.5. സോ 1600 ഇൻറ്റു യു ഡി എൽ ആകുമ്പോൾ 1600 ഇൻറ്റു 2.5 ഇൻറ്റു 2.5 ബൈ 2. പക്ഷേ 2.5 ബൈ 2 വരെ ആകുമ്പോൾ അത് പോയിൻറ്റിലോടെ ആയുള്ളൂ. പക്ഷേ നമുക്ക് എഫ് വരെയുള്ള ഡിസ്റ്റൻസാണ് വേണ്ടത്. 2.5 ബൈ 2 വരെ ആകുമ്പം ഈ ഡിസ്റ്റൻസേ ആയിട്ടുള്ളൂ. എഫിലോട്ട് എത്തണമെങ്കിൽ എത്ര ദൂരവും കൂടെ ഉണ്ട്? എക്സ് എന്ന് പറയുന്നൊരു ദൂരവും കൂടെ ഉണ്ട്. സോ ഇതിൻ്റെ കൂടെ നമ്മൾ എന്തുകൂടെ ആഡ് ചെയ്യുക? പ്ലസ് എക്സും കൂടെ ആഡ് ചെയ്യുക. വിച്ച് ഇസ് ഈക്വൽ ടു, വേറെ ഏതെങ്കിലും ഫോഴ്സ് ഉണ്ടോ? ഇല്ല, ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി ഇതിൻ്റെ ഡയറക്ഷൻ നോക്കിക്കേ, ഇത് ഡൗൺവേർഡ് ആണ് വരുന്നത് ഇല്ലേ? അത് എഫിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഏത് ഡയറക്ഷനാണ്? ക്ലോക്ക് വൈസ്. ബീമിൻ്റെ റൈറ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് നെഗറ്റീവും ആൻറ്റി ക്ലോക്ക് വൈസ് പോസിറ്റീവും. സോ ആദ്യത്തെ ഇത് നമ്മൾ പോസിറ്റീവ് എടുത്ത്, സോ ഇവിടെ എത്രയായിരിക്കും? മൈനസ് ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് ഇത് നമ്മൾ സോൾവ് ചെയ്യുവാണെങ്കിൽ 11,000x മൈനസ് ഇതിനെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. 1600 ഇൻറ്റു 2.5 ചെയ്യുമ്പം 4,000 വരും. ബാക്കി അതുപോലെ പ്ലേസ് ചെയ്തു. ഇനി 4,000 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 4,000 ഇൻറ്റു 2.5 ബൈ 2 ചെയ്യുമ്പം 5,000 വരും. പിന്നെ 4,000 ഇൻറ്റു എക്സ് ചെയ്യുമ്പം 4,000x ഇസ് ഈക്വൽ ടു 0. സോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, മൈനസ് അകത്തേക്ക് എടുത്തു. ഇനി എന്താ? എക്സ് തമ്മിൽ സോൾവ് ചെയ്തു. 11,000 മൈനസ് 4,000 7,000 വരുന്നു. മൈനസ് 5,000നെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പം പ്ലസ് 5,000. ഇതിൽ നെക്സ്റ്റ് കിട്ടാൻ എന്ത് ചെയ്യാൻ മതി? 5,000 ഡിവൈഡഡ് ബൈ 7,000 ചെയ്യുമ്പം 0.714 എന്ന് വരും. ദാറ്റ് മീൻസ് എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 0.714. അതായത് ബി സപ്പോർട്ടിൽ നിന്നും 0.714 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഏത് ലൊക്കേറ്റ് ചെയ്യുന്നത്? പോയിൻ്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ ലൊക്കേറ്റ് ചെയ്യുന്നത് എന്ന് എഴുതുക. ഓക്കെ, നോക്കുക.